നമസ്കാരം. അൻവറെ കേൾക്കാൻ നിലമ്പൂരിൽ വൻ ആൾക്കൂട്ടം. ലൈവ് അറ്റ് 6 ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും ജനങ്ങളിൽ നിന്നുണ്ടാവും. ജനങ്ങളാണ് MLA ശക്തി. ഈ ജനക്കൂട്ടം ബാഹുല്യം MLA പിന്നിൽ ശക്തമായി ഉണ്ടാവും. നിലമ്പൂരിൽ PV അൻവറിന്റെ പൊതുയോഗം ഉടൻ. MLA അനുകൂലിച്ച് വിവിധയിടങ്ങളിൽ ഫ്ലെക്സ്. വിമർശനങ്ങൾക്ക് പിന്നാലെ PV അൻവറിനെതിരെ കേസ്. ഫോൺ ചോർത്തൽ പരാതിയിൽ കറുകച്ചാൽ പോലീസ് കേസെടുത്തു. ഫോൺ ചോർത്തിയിട്ടില്ലെന്ന് അൻവർ. ADGP കൂടിക്കാഴ്ച എന്തിനെന്ന് വഴിയേ മനസ്സിലാകുമെന്ന് RSS നേതാവ്. ചീഫ് സെക്രട്ടറിമാർ അടക്കം നേതാക്കളെ കണ്ടിട്ടുണ്ട് എന്ന് A ജയകുമാർ. നോട്ടീസ് അയക്കാൻ തുടങ്ങിയാൽ പുതിയൊരു ഡിപ്പാർട്ട്മെന്റ് തുടങ്ങേണ്ടി വരുമെന്ന് പരിഹാസം. സഹന സമര നായകൻ ഇനി ജ്വലിക്കുന്ന ഓർമ്മ. പുഷ്പന് അന്ത്യാഭിവാദ്യമർപ്പിച്ച് ആയിരങ്ങൾ. സിദ്ദിഖിന്റെ ഒളിയിടം കണ്ടെത്താനാകാതെ പോലീസ്. മകന്റെ കൂട്ടുകാരെ കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ചു. ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യ ഹർജി നാളെ സുപ്രീം കോടതിയിൽ. ബാലചന്ദ്ര മേനോന്റെ പരാതിയിൽ യൂട്യൂബ് ചാനലുകൾക്കെതിരെ കേസ്. AK ശശീന്ദ്രൻ മന്ത്രിസ്ഥാനമൊഴിയുമോ? വ്യാഴാഴ്ച NCP സംസ്ഥാന നേതൃത്വം മുഖ്യമന്ത്രിയെ കാണുമെന്ന് തോമസ് കെ തോമസ്. പാർട്ടി തീരുമാനം അംഗീകരിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. പാർട്ടി കോൺഗ്രസിന് മുമ്പ് CPIM-ന് ജനറൽ സെക്രട്ടറി ഇല്ല. പ്രകാശ് കാരാട്ട് കോർഡിനേറ്റർ ആകും. തീരുമാനം കേന്ദ്ര കമ്മിറ്റി. ഉദയനിധി സ്റ്റാലിൻ തമിഴ്നാട് ഉപമുഖ്യമന്ത്രി. സെന്തിൽ ബാലാജി മന്ത്രിസഭയിൽ മടങ്ങിയെത്തി. 3 പുതുമുഖങ്ങളും. നെഹ്റു ട്രോഫി ജലമേളയിലെ വിജയതർക്കം കോടതി കയറുന്നു. വില്ലേജ് ബോട്ട് ക്ലബ് ഹൈക്കോടതിയിലേക്ക്. പവലിയൻ ഉപരോധിച്ചതിനും ഉദ്യോഗസ്ഥരെ തടഞ്ഞതിനും 100 പേർക്കെതിരെ കേസ്. ജോലി സമ്മർദ്ദം മൂലം കാണാതായ സീനിയർ സൂപ്രണ്ട് ശ്യാംകുമാർ മരിച്ച നിലയിൽ. മൃതദേഹം കണ്ടെത്തിയത് വൈക്കം അക്കരപ്പാടത്തെ പുഴയിൽ. ശ്യാംകുമാർ AEOയുടെ ചുമതല വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥൻ. ജോലി സമ്മർദ്ദത്തെ തുടർന്ന് കാണാതായ ഉദ്യോഗസ്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തി. വൈക്കം AEOയുടെ ചുമതലയുള്ള സീനിയർ സൂപ്രണ്ട് ശ്യാംകുമാറിനെ ആണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 52 വയസ്സായിരുന്നു. അക്കരപ്പാടത്തെ പുഴയിൽ ആണ് മൃതദേഹം കണ്ടെത്തിയത്. ഇന്നലെ പുലർച്ചെ മുതലായിരുന്നു ശ്യാംകുമാറിനെ കാണാതായത്. കടുത്ത ജോലി സമ്മർദ്ദം അനുഭവപ്പെട്ടിരുന്നതായി ഭാര്യ പരാതി നൽകിയിരുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി G ശ്രീജിത്താണ് ചേരുന്നത്. ശ്രീജിത്ത്, ജോലി സമ്മർദ്ദത്തെ തുടർന്ന് വലിയ പ്രതിസന്ധി നേരിട്ടിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ തന്നെ പറഞ്ഞ സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോഴിതാ ആ ഉദ്യോഗസ്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. ദുരൂഹമായ സാഹചര്യത്തിലാണോ? എന്താണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്? മറ്റ് ദുരൂഹതകൾ എന്തെങ്കിലും ഉണ്ട് എന്ന് ഇപ്പോൾ വ്യക്തമല്ല. മൂവാറ്റുപുഴ ആറ്റിലാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. വീടിന് സമീപത്ത് ഒരു തോടുണ്ട്. ഒരുപക്ഷെ ഇവിടെ ഈ തോട്ടിൽ അദ്ദേഹം ചാടി ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യതകളാണ്. അതിലേക്കാണ് പോലീസ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എന്തായാലും മൃതദേഹം അവിടെ നിന്ന് ഈ പുഴയിൽ നിന്ന് കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം തുടരുന്നു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ പുലർച്ചെ മുതലാണ് ശ്യാംകുമാറിനെ കാണാതായത്. ഇന്നലെ രാവിലെ തന്നെ ഇതിനെ തുടർന്ന് പോലീസ് സ്റ്റേഷനിലെത്തി ഭാര്യ പരാതി നൽകിയിരുന്നു. ഈ ഇദ്ദേഹത്തെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഇന്നലെ പല തരത്തിൽ തുടർന്നിരുന്നതാണ്. പ്രത്യേകിച്ച് ആദ്യം തന്നെ ഈ പുഴയുടെ ഭാഗത്തും മറ്റും പരിശോധനകൾ നടത്തിയിരുന്നു. CCTV-കൾ കണ്ടെത്തിയുള്ള പരിശോധനകൾ നടത്തിയിരുന്നു. പക്ഷെ CCTV-യിലൊന്നും ഇദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്നാണ്
ഈ മറ്റ് പുഴകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകൾ, തോട്ടിലും കായലിലും ഒക്കെയുള്ള പരിശോധനകൾ നടത്തിയിരുന്നത്. ഫയർഫോഴ്സ് ഉൾപ്പെടെ ഇതിൽ പങ്കെടുത്തിരുന്നു. എന്തായാലും അല്പസമയം മുമ്പാണ് ഇതുവഴി ഉണ്ടായിരുന്ന വള്ളത്തിൽ പോയ മത്സ്യത്തൊഴിലാളികളാണ് ഈ മൃതദേഹം ഇങ്ങനെ പുഴയ്ക്ക് സമീപം പുഴയിൽ കണ്ടെത്തിയത്. തുടർന്ന് അവർ പോലീസിനെ മറ്റും വിവരം അറിയിക്കുകയായിരുന്നു. എന്തായാലും പോലീസ് അവിടെ എത്തി, തുടർന്ന് ബന്ധുക്കളും എത്തി മൃതദേഹം ഇത് എന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. വലിയ സമ്മർദ്ദങ്ങൾ ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇദ്ദേഹം സീനിയർ സൂപ്രണ്ടാണ്, അതായത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ജോലി ചെയ്യേണ്ട ആളല്ല ശ്യാംകുമാർ. സീനിയർ സൂപ്രണ്ട് എന്നുള്ള നിലയിൽ ഓഫീസ് ജോലികൾ ചെയ്യേണ്ട ആളായിരുന്നു. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന AEO ഏതാണ്ട് 2-3 മാസം മുൻപ് ട്രാൻസ്ഫർ ആയപ്പോൾ ഇദ്ദേഹത്തിന് ചുമതല നൽകുകയായിരുന്നു. ഈ കലോത്സവം ഉൾപ്പെടെ വിവിധ കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട്. അങ്ങനെ അഡ്മിനിസ്ട്രേറ്റീവ് ചുമതല കൂടി വന്നതോടുകൂടി വലിയ സമ്മർദ്ദത്തിലായിരുന്നു ഇദ്ദേഹം എന്നാണ് ബന്ധുക്കളൊക്കെയും പറയുന്നത്. DO ഓഫീസിൽ നിന്നൊക്കെ പലതരത്തിലുള്ള സമ്മർദ്ദമുണ്ട് എന്നുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. തീർച്ചയായും ഇത്തരത്തിൽ ഒരു പരാതി നിലനിൽക്കെ കൂടിയാണ് ഈ ഉയർന്ന പോസ്റ്റിൽ ഉള്ള ഉദ്യോഗസ്ഥൻ മരണപ്പെട്ടിട്ടുള്ളത്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പോലീസിൽ നിന്നടക്കം ലഭ്യമാകേണ്ടതുണ്ട്. CPIM-നെ പിടിച്ചുലച്ച വിവാദങ്ങൾക്ക് പിന്നാലെ LDF-ൽ നിന്ന് പുറത്തായ നിലമ്പൂർ MLA PV അൻവറിന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗം ഉടൻ. നിലമ്പൂർ ടൗണിൽ ചന്തക്കുന്ന് നടക്കുന്ന പൊതുയോഗം ശക്തിപ്രകടനമായി മാറുകയാണ്. പുതിയ പാർട്ടി രൂപീകരിക്കുമെന്ന് കഴിഞ്ഞ ദിവസം സൂചന നൽകിയ അൻവർ ഇക്കാര്യത്തിൽ ഉൾപ്പെടെ എന്ത് നിലപാട് സ്വീകരിക്കും എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി CV അനുമോദാണ് ചേരുന്നത്. അനുമോദ്, നിലവിലവിടെ നൂറുകണക്കിന് ആളുകൾ എത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ തത്സമയം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അൻവർ പറഞ്ഞതിനേക്കാൾ വലിയ ആൾക്കൂട്ടമാണോ ഇപ്പോൾ ഈ സമ്മേളന നഗരിയിൽ എത്തിയിട്ടുള്ളത്? അഭിലാഷ്, നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഒരു വലിയ ജനസഞ്ചയം തന്നെ ഇവിടേക്ക് ഒഴുകി എത്തിയിട്ടുണ്ട്. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിന് എതിർവശത്തുള്ള മൈതാനം ഇതിനോടകം തന്നെ ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇവരൊക്കെ തന്നെ ഈ ഒരു പരിപാടി നിശ്ചയിച്ചതിനും മണിക്കൂറുകൾക്ക് മുൻപേ ഇവിടെ എത്തിച്ചേർന്നവരാണ്. അൻവറിനെ കേൾക്കുവാനും അൻവറിനെ പിന്തുണ അറിയിക്കാനും എത്തിച്ചേർന്നവരാണ് ഇവരെല്ലാം. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരുണ്ട്. എവിടെ നിന്നൊക്കെ? ഞങ്ങള് പൂക്കോട്ടുംപാടം ഈ മണ്ഡലം തന്നെ. അതെ അതെ. എന്താണ് നിങ്ങളെ അഭിപ്രായം? ന്യായം പറയുന്നത് കേൾക്കാൻ, അനീതിക്കുള്ള പോരാട്ടത്തിൽ അത് കാഴ്ചപ്പാട് കാണാൻ വേണ്ടി. ഞാന് മംഗള. എന്താണ് അൻവർ പറയുന്നതിനോട് യോജിക്കുന്നത്? അൻവർ പറയുന്ന കാര്യല്ലേ, അൻവർ പറയുന്ന യാഥാർത്ഥ്യല്ലേ, അല്ലെങ്കിൽ ഇപ്പൊ ജയിലിന്റെ ഉള്ളിലാവൂലേ? ഈ മറ്റേ ADGP-നെയൊക്കെ ഫ്രോഡാന്ന് വിളിച്ചത്. നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ വിടുവോ? അപ്പൊ വസ്തുതല്ലേ? അല്ലെങ്കിൽ ഓൻ ജയിലിലല്ലേ അൻവർ, അല്ലെങ്കിൽ എന്ത് ജയിലിലല്ലേ? യഥാർത്ഥത്തിൽ പറയണത് ഒരു മകളും മരുവനും മതിയോ? അല്ലല്ല, പാർട്ടി അനുഭാവിയൊന്നുമല്ല. ഞങ്ങൾ നിലമ്പൂർ ഇവിടെ ഈ മണ്ഡലത്തിലെ വോട്ടറാണ്. ഈ ചന്തക്കുന്ന് തന്നെ, കേരളത്തിന്റെ അപ്പുറം. എന്താണ് അൻവറിന് വോട്ട് ചെയ്തത്? അൻവറിന് 2 പ്രാവശ്യം വോട്ട് ചെയ്താണ്. ഞാൻ നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ആൾക്കാരാ. ഇനി അൻവറിനൊപ്പം തന്നെ, ഇനി അൻവറിന്റെ കൂടെ തന്നെ ആയിരിക്കും. ഞങ്ങൾ രാഷ്ട്രീയ ധാർമ്മികത നിലനിൽക്കണം. ഭരണത്തിലെ പുഴുക്കുത്തുകൾ പിന്നെ ഉണ്ട്. അതുകൊണ്ടാണ് പോലീസിലും പുഴുക്കുത്തുണ്ടായി. പോലീസ് ഉദ്യോഗസ്ഥന്മാർ പാവങ്ങളാണ്. അവരെ ഉപയോഗിച്ച് ഈ ഭരണത്തിലെ പുഴുക്കുത്തുകൾ കാര്യം മുതലെടുക്കാണ്. അവരെ നിർമ്മാർജ്ജനം ചെയ്യണം. അതിന് രാഷ്ട്രീയ ധാർമ്മികത ഉള്ള ഒരു ജനത, ഒരു തലമുറയോടെ വളർന്നു വരണം. രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് നിങ്ങളൊക്കെ പിന്തുണ അത് നമുക്ക് ഭാവി പിന്നീടാണ് ആലോചിക്കണ കാര്യം. ആ അപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ഈ UDF LDF എന്നല്ലേ, ഇപ്പൊ UDF ഉണ്ടാവും. അഭിലാഷ്, ഈ ആളുകളൊക്കെ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. അൻവറുടെ തൊട്ടടുത്തുള്ള TBയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹം ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാണെങ്കിലും നമുക്ക് ഈ ഒരു ആൾക്കൂട്ട PV അൻവർ അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയുന്നത്. ഈ ഒരു ആൾക്കൂട്ടം തന്നെ അൻവർ ഉന്നയിക്കുന്ന ആ ആരോപണങ്ങൾക്ക്, ആക്ഷേപങ്ങൾക്ക് അതിന് ലഭിക്കുന്ന സ്വീകാര്യതയായിട്ട് തന്നെ വേണം വിലയിരുത്തുവാൻ. ആ അൻവറിനെ കേൾക്കുവാനും അൻവർ പറയുന്നത് എന്താണെന്ന് അറിയുവാനും അൻവറിന് പിന്തുണ അറിയിക്കുവാനും നിലമ്പൂരിലേക്ക് നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേർന്ന ജനസഞ്ചയമാണ് നമുക്ക് ഇവിടെ കാണാനാകുന്നത്. 6:30-ക്ക് ശേഷമാകും PV അൻവർ ഇവിടെ എത്തുക. നമുക്ക് ആ വേദിയിൽ കാണാം ഒരു ടെമ്പോ ട്രാവലർ, അതിൽ ഒരു താൽക്കാലികമായി ഒരുക്കിയ വേദിയാണ് ഉള്ളത്. അവിടെ ഒരു TV, അതായത് ഒരു ദൃശ്യങ്ങൾ സഹിതം എന്തെങ്കിലും തെളിവുകൾ പുറത്തുവിടാനുണ്ടെങ്കിൽ അത് ആളുകളിലേക്ക് എത്തിക്കുവാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എന്നാണെങ്കിലും അൻവർ ഒരുങ്ങിത്തന്നെയാണ്. അൻവറിന്റെ ആദ്യത്തെ പൊതുയോഗമാണിത്, പൊതുസമ്മേളനമാണിത്.
സമാനമായ രീതിയിൽ മലപ്പുറം ജില്ലയിലെ 16 മണ്ഡലങ്ങളിലും അതുപോലെ തന്നെ കോഴിക്കോടുമൊക്കെ താൻ ഇനി ജനങ്ങളെ അഭിസംബോധന ചെയ്യും, ജനങ്ങൾക്കൊപ്പം നിൽക്കുമെന്നാണ് പി വി അൻവർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പൊതുസമ്മേളനം അദ്ദേഹം എന്തെല്ലാം പറയുന്നു, അദ്ദേഹം പറയുന്നതിന് എന്തെല്ലാം തെളിവുകൾ പുറത്തുവിടുന്നു തുടങ്ങി വിവിധ കാര്യങ്ങൾ അറിയുവാൻ വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ജനങ്ങൾക്കുള്ളത്. എന്താണെങ്കിലും അല്പസമയത്തിനകം തന്നെ അൻവർ ഈ ഒരു പൊതുസമ്മേളന വേദിയിലേക്ക് എത്തുമെന്നാണ് അറിയുന്നത്. ആളുകൾ കാത്തിരിക്കുകയാണ് അൻവർ എന്തു പറയുന്നു എന്ന് കേൾക്കാൻ, അൻവറിനെ പിന്തുണ അറിയിക്കുവാനായി. തീർച്ചയായും അസാധാരണമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിന് പിന്നാലെയാണ് പി വി അൻവർ ജനങ്ങളിലേക്ക് താൻ ഇറങ്ങുകയാണ്. താൻ വണ്ടിയിൽ മൈക്ക് കെട്ടി കേരളം മുഴുവൻ പ്രസംഗിക്കും എന്നായിരുന്നു വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്. അങ്ങനെയുള്ള വിശദീകരണ പൊതുയോഗത്തിലെ ആദ്യത്തെ യോഗം അത് നിലമ്പൂരിൽ നടത്തുന്നു എന്ന് പി വി അൻവർ പറയുന്നു. ഇപ്പോഴിതാ അൻവർ പറയുന്നത് പോലെ തന്നെ എന്തായാലും 100 കണക്കിന് ആളുകൾ ഈ സമ്മേളന നഗരിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. അവർ അൻവർ എന്തു പറയുന്നു എന്ന് കേൾക്കാൻ എത്തിയിട്ടുള്ളവരാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ തത്സമയം കാണാൻ സാധിക്കുന്നുണ്ട്. സാധാരണ അനുമോദ് ഒരു ജനപ്രതിനിധി വിളിച്ചു ചേർക്കുന്ന യോഗത്തിനെത്തുന്നത് പോലെയല്ല ഈ ആൾക്കൂട്ടം എന്നത് വ്യക്തമാണ്. അൻവർ തന്നെ പറഞ്ഞത് വേണ്ടി വന്നാൽ പാർട്ടി രൂപീകരിക്കുമെന്നാണ്. പക്ഷേ ഇപ്പോൾ ഈ പ്രതികരണങ്ങൾ എടുക്കുമ്പോഴൊക്കെ അത് പിന്നത്തെ കാര്യമെന്ന് ജനങ്ങൾ തന്നെ പറയുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു പൊതുപ്രവർത്തകന്റെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനപ്പുറത്തൊരു പാർട്ടി സമ്മേളനം പോലെ ആണ് ഇപ്പോൾ ഈ ടെലിവിഷനിൽ നമുക്ക് ഈ ദൃശ്യം കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ഒരു സാഹചര്യം തന്നെയാണോ അവിടെയുള്ളത്? നമ്മുടെ ശ്രദ്ധയ്ക്ക് അഭിലാഷ്, അൻവർ പറഞ്ഞ കാര്യങ്ങളിൽ ഞങ്ങൾക്ക് അദ്ദേഹത്തിന് പിന്തുണ നൽകാനുണ്ട്. ആ പിന്തുണ അറിയിക്കുവാനാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. രാഷ്ട്രീയമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രഖ്യാപനങ്ങൾക്ക് കാതോർക്കാവുന്നതല്ല, മറിച്ച് അദ്ദേഹം ഇതുവരെ മറ്റുള്ളവർ പറയാൻ മടിച്ച കാര്യങ്ങൾ ധൈര്യപൂർവ്വം തുറന്നു പറഞ്ഞു. അതിനുള്ള പിന്തുണയാണ് ഞങ്ങൾ നൽകുന്നത് എന്നാണ് ഇവിടെ എത്തിച്ചേർന്ന ആളുകൾ നമ്മളോട് സംസാരിച്ചപ്പോഴെല്ലാം പങ്കുവച്ചത്. നമ്മളൊപ്പം ആളുകൾ വീണ്ടും ചേരുന്നുണ്ട്. എവിടുന്നാണ്? ഞങ്ങൾ അരീക്കോടുന്നാണ്. പാർട്ടി അനുഭാവി? പാർട്ടി അനുഭാവി. അൻവർഖാന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മളെ പ്രധാന ലക്ഷ്യം. എന്താണ് നിങ്ങൾ അൻവറിന്റെ കൂടെ നിൽക്കാനുള്ളത്? ഇതിലൊരു നേരുണ്ട്, സത്യമുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ട സ്ഥിതിക്കാണ് ഞങ്ങൾ ഇരിക്കുന്നത്. തുറന്നു കാണിക്കണം പറഞ്ഞില്ല, മൂപ്പര് പറഞ്ഞതാ. എല്ലാം തുറന്നു കാണിക്കണം. മൊത്തത്തിൽ അഴിമതി എന്തായാലും ഉദ്യോഗസ്ഥന്മാരെ അഴിമതി തുറന്നു കാണിക്കണം മൂപ്പര് പറഞ്ഞത്. അൻവർ ഒരു പാർട്ടി പ്രഖ്യാപിച്ച അൻവറിന്റെ കൂടെ അത് ഓക്കെ. അത് ജനങ്ങള് ഞാൻ കോട്ടക്കന്ന് വരാം. കോട്ടക്കന്ന് അൻവറിന്റെ കേൾക്കാം. ഒരുപാട് സമയമില്ല. ഹലോ, ഞങ്ങളിപ്പോ പോത്തുകലിൽ നിന്ന് വന്നതാണ്. അൻവറിന്റെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങൾ അറിയാതെ കടന്നിരുന്ന കാര്യങ്ങൾ അൻവർ തുറന്ന് പറഞ്ഞു. അതോടുകൂടി ഞങ്ങൾക്ക് അൻവറിനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ നിലമ്പൂരിൽ എത്തിയിരിക്കുന്നത്. പാർട്ടി അനുഭാവിയാണോ? പാർട്ടി അൻവർ ഞങ്ങൾ പാർട്ടി അനുഭാവിയല്ല. ഞങ്ങൾ പാർട്ടി അനുഭാവിയല്ല. നമ്മൾ പാർട്ടി അനുഭാവിയാണ്. നമ്മൾ പോത്തെല്ലാണ് വന്നത്. നമ്മളെ 10-25 വർഷത്തിലേറെ നമ്മളെ കുടുംബം പാർട്ടി അനുഭാവിയാണ്. ആണ് നമ്മൾ പാർട്ടി മെമ്പർഷിപ്പുള്ള ആളൊന്നല്ല, നമ്മൾ പാർട്ടി അനുഭാവിയാണ്. അപ്പൊ നമുക്ക് സത്യസന്ധമായ കാര്യങ്ങൾ അൻവർ പറയുന്നതിൽ ഒരു 80% സത്യസന്ധത ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. നട്ടിലൊരു വ്യക്തിയാണ്. ഇന്നേ വരെ നമ്മൾ പാർട്ടിയെ കുറ്റം പറഞ്ഞ പാർട്ടിന്റെ ഉള്ളിലുള്ള അഴിമതികൾ തിരിച്ച് അത് കൊണ്ടുവരാൻ അൻവറിന് കഴിയണമെന്നാണ്. അതിന് അൻവറിനൊപ്പം നമ്മൾ എന്തായാലും നിൽക്കും. പാർട്ടിയിൽ സാധാരണ ഇപ്പോഴും അൻവർ ഇടതുപക്ഷത്തിനെ കുറ്റം പറഞ്ഞിട്ടില്ല. അത് നമ്മൾ ആലോചിച്ച് നോക്കണം. സഹാക്കളൊപ്പം തന്നെയാണ്. പക്ഷെ ഈ നേതാക്കന്മാർക്കെതിരെയാണ് പറയുന്നത്. ഉദ്യോഗസ്ഥന്മാർക്കെതിരെ, ഉദ്യോഗസ്ഥന്മാരെ അഴിമതിയെതിരെ. ഇപ്പൊ പറഞ്ഞു സ്വർണം കടത്തല് ഉണ്ട് എന്ന് പറഞ്ഞു. ഇപ്പൊ നമുക്ക് എല്ലാ വ്യക്തികൾക്കും എല്ലാവർക്കും ചാനലിൽ എല്ലാവർക്കും അറിയാം, നമ്മളെ കരിപ്പൂരിന്ന് ഒരു സ്വർണം കൊണ്ടുവരണമെങ്കിൽ കസ്റ്റംസിന്റെ അറിവില്ലാതെ ഒരു മുട്ടസൂചി പുറത്ത് കടത്താൻ പറ്റുമോ? ആ സമയത്ത് ഞാനൊന്ന് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പുറത്ത് കടന്ന കസ്റ്റംസ് ഉടനെ കൊടുക്കാണ്. നമ്മളെ കാറിലിട്ട് 1 കിലോമീറ്ററിന് മുന്നേ പിടിച്ചു. ഇതെന്താണ് ഡീലല്ലേ? ഇതൊക്കെ തന്നെയല്ലേ പറയണത്? ആ സത്യസന്ധമായ കാര്യങ്ങളല്ലേ നമ്മൾ പറയണത്? അൻവർ പറയുമ്പോഴാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. അൻവർ പറയുമ്പോഴാണ്. പിന്നെ അൻവർ സത്യസന്ധനല്ല. 8 കൊല്ലം മുന്നേ അയാള് ബിസിനസ്മാനാണ്. ഈ പാർട്ടിയിൽ വന്നിട്ട് അയാളൊന്നും ഉണ്ടാക്കിയിട്ടില്ലെന്നാണ് നമ്മളറിവ്. ആൾക്ക് പോയിട്ടുള്ളൂ. അയാൾ കയ്യിൽ നിന്ന് പോയിട്ടുള്ളൂ. ഈ പാർക്ക് മറ്റു കാര്യങ്ങളൊക്കെ അയാൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളൂ. എന്നിട്ട് ഈ നിലമ്പൂർ മണ്ഡലത്തിൽ അയാൾ ഇടതുപക്ഷ ജനങ്ങളെ പിടിച്ചു നിർത്താൻ അയാൾ ആവുമ്പാട് അയാൾ നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ അത് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ അൻവറിനെതിരെ മുദ്രാവാക്യം വിളിച്ചവരൊക്കെ അൻവറിനെ എതിരെ ഒപ്പം നടന്ന ഇവരൊക്കെ അൻവറിന്റെ ഒപ്പം നടന്ന് പല കാര്യങ്ങളും നേടിയെടുത്തവരാണ്. എല്ലാ കാര്യങ്ങളും നേടിയെടുത്തവരാണ്. ഇത് കൈയും വെട്ടും കാലും വെട്ടും എന്നൊക്കെ പറഞ്ഞു നടന്ന്. നമ്മളൊരു ഇടതുപക്ഷക്കാരാണ്, അനുഭാവിയാണ്. നമുക്ക് കാര്യങ്ങൾ തുറന്നു വരാം. നമ്മള് ചാനലിലൂടെ അതെല്ലാം കാണുന്നത്. ഇന്നത്തെ ജനങ്ങൾ കാണുന്നതാണിത്. ഇനി പാർട്ടി ജനങ്ങളെ പൊട്ടന്മാരാക്കാൻ പറ്റൂല.
അവിടെ തലപ്പത്തിരുന്നിട്ട്. ഏത് അതാണ് പറയുന്നത്. ജനങ്ങൾക്ക് ചോദിക്കാം. ജനങ്ങൾക്ക് ചോദിക്കാൻ പറ്റണം. അപ്പോഴാണ് ഈ പാർട്ടി നന്നാവുള്ളൂ. ഇപ്പൊ ത്രിപുരയിൽ എന്ത് സംഭവിച്ചോ, പശ്ചിമ ബംഗാളിൽ എന്ത് സംഭവിച്ചു ഉണ്ടോ? ഇന്ത്യ രാജ്യത്തുള്ള ഈ കേരളത്തിലാ. അത് ഈ കോലം പോയാൽ എന്ത് ചെയ്യും? അപ്പൊ ആ ഒരു പ്രതികരണമാണ് നമ്മുടെ. പിണറായി വിജയനാണ്, ഗോവിന്ദ മാഷല്ല. രണ്ടും ഒരാളായതുകൊണ്ടാണ് ഈ ഗതി പാർട്ടിക്ക് വന്നിട്ടുള്ളത്. അത് എല്ലാവരും മനസ്സിലാക്കണം. കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളെ പ്രസ്ഥാനമാണ്. നിരവധി രക്തം കൊണ്ട് ജീവൻ കൊണ്ട് പ്രസ്ഥാനം നേടിയെടുത്ത പ്രസ്ഥാനം തകർത്തെറിഞ്ഞിക്കാണ് ഇപ്പൊ പിണറായിന്റെ ഒരൊറ്റ കാരനാണ്. രണ്ടാമത്തെ MLA ആണ് ഇപ്പൊ ഈ നഷ്ടപ്പെടുന്നത് മലപ്പുറം ജില്ലക്ക്. മഞ്ഞളാംകുഴിയാലി പോയതല്ലേ. പിണറായി പണക്കാരനാണ്, ബിസിനസ്സുകാരനാണെന്ന് പറഞ്ഞ ആളാണ്. നമ്മൾ ഓർക്കണം. അപ്പൊ ഞങ്ങൾ സത്യത്തിന്റെ അയാൾ ഉയർത്തിയ മുദ്രാവാക്യാണ്. അയാൾ ചോദ്യത്തിന് മറുപടി പറയണം. അതാണ് പിണറായി ചെയ്യേണ്ടത്. ഞങ്ങൾ സഖാവാണ്. ഞാൻ ഇതുവരെ പാർട്ടി മെമ്പറായിരുന്നു. ഇപ്പൊ എടപ്പറ്റ പഞ്ചായത്തിൽ നിന്നാണ് വരുന്നത്, മലപ്പുറം ജില്ല എടപ്പറ്റ പഞ്ചായത്തിന്. അത് പാർട്ടി അവിടെ ഒരു പ്രശ്നം കൊണ്ട് നിൽക്കുകയാണ്. അത് ജില്ലാ കമ്മിറ്റി മോഹൻദാസിന്റെ ഒറ്റ കാരനാണ് പാർട്ടി അവിടെ അലങ്കോലപ്പെട്ട് കിടക്കണേ. 180 പാർട്ടി മെമ്പർമാര് പാർട്ടിക്ക് പുറത്താ നിൽക്കണേ, പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കാതെ. അത് ഈ മോഹൻദാസ് ഒറ്റ കാരനാണ്. അഥവാ രാധാകൃഷ്ണൻ മുബഷിർ എന്ന ജില്ലാ കമ്മിറ്റി അംഗങ്ങളാണ് ഈ എടപ്പറ്റ പഞ്ചായത്ത് നാട്ടി. അതുപോലെ പാർട്ടിയിലെ പുഴുക്കുത്തുകളാണ്, ബിസിനസ്സുകാരാണ് ഫുള്ള്. ഇപ്പൊ മലപ്പുറം ജില്ലയിൽ CPM സ്ഥാനാർത്ഥികളെ നിർത്തിയൊക്കെ ബിസിനസ്സുകാരല്ലേ. പണം വാങ്ങിയിട്ടാണ് ഈ പരിപാടി. അത് എല്ലാവർക്കും അറിയാം. നമ്മൾ കണ്ണുവട്ടനാക്കി പാർട്ടി തലപ്പത്ത് നിന്ന് എന്തും പിണറായിക്കെതിരെ പറയാൻ പാടില്ല. ഇതാണ് ഇപ്പോഴത്തെ നിലപാട്. നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കണം. ജനങ്ങൾക്ക് വേണ്ടി, അത് പാർട്ടിക്ക് വേണ്ടിയല്ല, ജനങ്ങൾക്ക് വേണ്ടി. അതാണ് അൻവർ സംസാരിക്കണേ. പാർട്ടി നോക്കണേ. ഇതിൽ പല പാർട്ടിക്കാരുണ്ടാവും, എല്ലാ പാർട്ടിക്കാരുണ്ടാവും. അയാളെ അനുകൂലിക്കണം എന്താ? അയാൾ ജനങ്ങളെ കൂടെയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അയാൾ ബിസിനസ്സായിരിക്കും. അയാളൊരു മുതൽ കട്ടുകൊണ്ടേറ്റാണ് പരാതി കൊടുത്തതിനാണ് ADGPക്ക് പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് അയാൾ ഈ വിഷയത്തിക്ക് ഇറങ്ങിയത്. എല്ലാ കള്ളക്കടത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ എത്തിയിട്ടുണ്ട്. അതിന്റെ ഉള്ളില് P. ശശി എന്ന ആളുണ്ടല്ലോ, ഐസ്ക്രീം കേസ് ഒതുക്കി തീർത്ത ആളാണ് ഇരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ സ്വന്തം ആളാണ്. അപ്പൊ അതിന്റെ ഉള്ളിൽ മകൾക്കും പങ്കുണ്ടാവും, റിയാസിനും പങ്കുണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. ഇത് പാർട്ടി സെക്രട്ടറിക്ക് നിയന്ത്രിച്ച പാർട്ടി സെക്രട്ടറിയും പിണറായി ഒരാളാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതാണ് അൻവറും പറഞ്ഞത്. പാർട്ടി അതാണ് അൻവർ പറയുന്നോടത്താണ് നമ്മൾ കാര്യം നിൽക്കുന്നത്. എല്ലാവരും മനസ്സിൽ കൊണ്ടുവരുന്ന കാര്യം അൻവർ പറഞ്ഞു. ജനങ്ങൾക്ക് പറയാനുള്ള അൻവർ ജനപ്രതിനിധി എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്നവനാണ്, അല്ലാത്തവന് ജനപ്രതിനിധി അല്ലല്ലോ. അപ്പൊ ജനങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അൻവർ തുറന്ന് പറഞ്ഞു. രാജാവ് നഗ്നനാണ് എന്നുള്ളത് ചങ്കൂറ്റത്തോട് പറഞ്ഞ ആളാണ് PV അൻവർ. അതുകൊണ്ടാണ് ഇത്രയും ജനങ്ങൾ അൻവറിന്റെ കൂടെ നിൽക്കുന്നത്. ഇനിയും നിൽക്കും ആൾക്കാർ. ഇത് എത്തിപ്പെടാൻ പറ്റാത്ത എത്രയോ പേര് പല സ്ഥലങ്ങളിലുണ്ട്. എങ്കിലും അവരൊക്കെ എത്തിപ്പെടാൻ ഇതിൽ ഡബിൾ ആയിരിക്കും. വല്ല ജോലി തിരക്കായിട്ട് എന്നാലും ഇത് എല്ലാവരും സമയം ചെലവാക്കിയതിന് വന്നല്ലോ. ഇത് അൻവറിന്റെ മാത്രം പ്രത്യേകതയാണ്. വേറെ ആരും ഇങ്ങനെ സമ്മേളനം വെച്ചാൽ 100 ആൾക്കൂർ അൻവർക്ക് 100 ആൾക്ക് കൂട്ടാൻ നിലമ്പൂർ കഴിയില്ലെന്നാണ്. ഇപ്പൊ ജനകോടികളെ വന്നിക്കണേ. ഇനി കുറെ ആൾക്കാർ വരാണ്ട്. ഇനി ഇഷ്ടം മതി. അൻവർ അങ്ങനെ തൊട്ടുകളിക്കുന്ന ആരും സമ്മതിക്കും. നിലമ്പൂർ അതാണ് ജനവികാരം. ഇവിടെ എത്തിച്ചേർന്ന ഓരോരുത്തരുടെയും വികാരമാണ് നമ്മൾ കേട്ടത്. അവരെല്ലാം തന്നെ അൻവറിനൊപ്പം നിൽക്കുന്നു. കാരണം അൻവർ അവർക്ക് വേണ്ടി സംസാരിക്കുന്നു, ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു. ഈ ഒരു വികാരമാണ് ഇവിടെ എത്തി എല്ലാവർക്കും പങ്കുവെക്കാനുള്ളത്. ഇത് തന്നെയാണ് അൻവറിന് നൽകുന്ന കരുത്തും. പാർട്ടിയിലെ പ്രശ്നങ്ങൾക്കെതിരെ അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തിനെതിരെ അൻവർ ഉയർത്തിയ വിഷയങ്ങളിൽ അതിൽ അടിസ്ഥാനമുണ്ട് എന്ന് ഇവിടെ എത്തിയ ഓരോരുത്തരും വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവരെല്ലാം അൻവറിനെ പിന്തുണയ്ക്കാൻ വരുന്നത്. സ്വാഭാവികമായിട്ടും അൻവറിന് വരും നീക്കങ്ങൾക്ക് കരുത്തു പകരുന്നതാണ് ഈ എത്തിച്ചേർന്ന ആയിരങ്ങളെന്ന് പറയാതെ വയ്യ. അഭിലാഷ്, തീർച്ചയായും PV അൻവറിനെ കേൾക്കാനായിട്ടാണ് ആയിരങ്ങൾ നിലമ്പൂരിലെ ചന്തമുക്ക് എന്ന് പറയുന്ന ഈ വേദിയിലേക്ക്, അതായത് ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ PV അൻവർ ഈ സമ്മേളന നഗരിയിലേക്ക് എത്തും എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇപ്പോൾ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. PV അൻവറിന്റെ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അൻവറിന് പൂർണ്ണമായും പിന്തുണ നൽകിക്കൊണ്ട് ആളുകൾ സംസാരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. പലരും പറയുന്നത് തങ്ങൾ വർഷങ്ങളായി പാർട്ടി പ്രവർത്തകർ ആണ് എന്ന് തന്നെയാണ്. പാർട്ടിയെ തിരുത്താനാണ് ശ്രമിക്കുന്നത്, മറിച്ച് പാർട്ടിയെ തള്ളിപ്പറയാൻ PV അൻവർ തയ്യാറായിട്ടില്ല. ഇടതുപക്ഷത്തെ തള്ളിപ്പറയാൻ PV അൻവർ തയ്യാറായിട്ടില്ല. അൻവർ ഉയർത്തിക്കാണിക്കുന്ന ആരോപണങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അൻവർ ഉന്നയിക്കുന്ന അഴിമതി ആരോപണങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ആ ആരോപണങ്ങളിൽ കൃത്യമായ മറുപടി പറയേണ്ടതുണ്ട്. ഉദ്യോഗസ്ഥ തലത്തിലടക്കം അഴിച്ചുപണി നടത്തേണ്ടതുണ്ട് എന്ന് പാർട്ടി പ്രവർത്തകർ എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അവരുടെ പശ്ചാത്തലം എന്തായെന്ന് നമുക്ക് അവരുടെ വാക്കുകളെ താൽക്കാലികമായെങ്കിലും വിശ്വസിക്കാനേ ഇപ്പോൾ സാധിക്കുകയുള്ളൂ. എന്തായാലും
അനുമോദ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പാർട്ടി സമ്മേളനത്തിനൊക്കെ കാണുന്നത് പോലെയുള്ള ഒരാൾക്കൂട്ടം ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായും ഉയർന്നു വന്ന ചോദ്യങ്ങളിലൊന്ന് PV അൻവറെ പോലെ ഒരാൾ ഇത്രമേൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അൻവറിനോട് രാജിവെക്കാൻ ആവശ്യപ്പെടാനുള്ള ധൈര്യം ഇടതുമുന്നണിക്കുണ്ടായിരുന്നോ? അൻവർ പാർട്ടി പ്രവർത്തകനല്ല, പാർട്ടി അംഗമല്ല, അതുകൊണ്ട് രാജി ആവശ്യപ്പെടാനാവില്ല എന്ന് പറയുമ്പോൾ പോലും CPM-ന്റെ പാർലമെന്ററി പാർട്ടി അംഗമാണ്. അതല്ല എങ്കിൽ ഈ ധാർമ്മികമായി അൻവറെ ജയിപ്പിച്ചത് CPIM കൂടിയാണല്ലോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. അങ്ങനെയുള്ള അൻവറിനോട് രാജിവെക്കാൻ പാർട്ടി ഇതുവരെയും ആവശ്യപ്പെട്ടിട്ടില്ല. അതിന് കാരണം അൻവറിന് വലിയ പിന്തുണയുണ്ട്. ഇനിയും അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ, നിലമ്പൂരിലൊരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ അൻവറെ തോൽപ്പിക്കുക എന്നത് അസാധ്യമാണ് എന്ന നിരീക്ഷണമുണ്ട്. അതുകൊണ്ടാണ് എന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൂചന തന്നെയാണോ? അതായത് PV അൻവറിന് പാർട്ടിയേക്കാൾ വലിയ പിന്തുണ അവിടെ ലഭിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യുക എന്നൊക്കെ പറയുന്ന പ്രയോഗം അക്ഷരാർത്ഥത്തിൽ ഇവിടെ ഇടതുപക്ഷത്തിന്റെ സാഹചര്യത്തിൽ വളരെ ശരിയാണ്. കാരണം ഇവിടെ അൻവറിന് അവസരം കൊടുത്തു. അൻവർ ഈ മണ്ണിന്റെ ഇടതുപക്ഷത്തിന്റെ നേതാക്കളെക്കാൾ പ്രിയപ്പെട്ടവനായി അൻവർ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. അൻവർ ജനങ്ങളുടെ ഇടയിലേക്ക് അവരിൽ ഒരാളായി മാറുന്നു. അതുതന്നെയാണ് അൻവറിനെ സംബന്ധിച്ച് ഇപ്പോൾ ഈ നമ്മൾ ഇവിടെ ഈ എത്തിച്ചേർന്ന ഈ ആയിരങ്ങളെ ഇവിടേക്ക് എത്തിച്ചത് അൻവറിന്റെ ആ ഒരു കാര്യം കൊണ്ട് തന്നെയാണ്. നിങ്ങളൊക്കെ ഇവിടുത്തുകാരാണോ? നിലമ്പൂരുകാരാണോ? ഞാൻ ചാത്തമ്പട്ടിയാണ്. എന്താണ് നിങ്ങളെയൊക്കെ അൻവറിനൊപ്പം നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന കാര്യം? അറുപത് നേരായ മാർഗം അതുകൊണ്ട് തന്നെ. പിന്നെ എന്താണ് ഇത് ആളിക്കത്തുന്ന പന്തം എന്ന് പറഞ്ഞതാ, ഇതൊക്കെ ഇന്ധനങ്ങളാണ്. അയാളെ മരണം വരെ അയാള് കയ്യും കാലും വെട്ടെന്ന് പറഞ്ഞല്ലോ, ഞങ്ങളത് വെട്ടിയിട്ട് പിന്നെ അയാൾ വെട്ടുള്ളൂ. അൻവറിനൊപ്പം നിൽക്കും, കട്ടായ അൻവറിനൊപ്പം നിൽക്കും. ഒപ്പം നിൽക്കില്ല, അവർ അയാളെ ജീവിത അവസാനം വരെ നിൽക്കും. അയാളെ ആദർശത്തിനൊപ്പം നിൽക്കും. ഞാൻ ഇടതുപക്ഷത്തിനൊപ്പം നിന്ന ആളാണ്. ഇപ്പൊ അതല്ല, അല്ല ഇപ്പൊ അതല്ല. ആകെ 200 ആളെ പങ്കെടുക്കുള്ളൂ എന്ന് പറഞ്ഞാണ്. ഇവിടുത്തെ ജനസാഗരം നോക്കുകയാണെങ്കിൽ അൻവറാക്കെ ഞാൻ ക്ലോസ് ഫ്രണ്ടാ മൂപ്പര് എന്നെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞില്ല. എന്നിട്ട് ഇത്രയും ജനങ്ങളോട് പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ ആ ജനങ്ങളോട് അയാളോടുള്ള നമ്മളെ സപ്പോർട്ടും ബന്ധമാണ്. അത് മനസ്സിലാക്കുക. എന്നിട്ട് വരെ ഞങ്ങൾ അറിയാതെ എത്ര ജനങ്ങൾ ഇവിടെ കൂടിയിരിക്കണേ, ഞങ്ങൾ വരെ അറിഞ്ഞിട്ട് എന്താ വെച്ചാല് ഞാനൊന്ന് വിളിച്ചാൽ 1000 സാക്കൾ വരുന്ന ഞങ്ങൾ ആ പ്രതീക്ഷയോട് നിൽക്കാണ്. ഇപ്പത്തെ പിന്നെ നിലപാട് ശരിയല്ല. കാരണം ഇത് ഒരു പാർട്ടി പറഞ്ഞാല് പിന്നെ വോട്ട് പിണറായി വിജയന് ഒറ്റ വോട്ടല്ലേ ഉള്ളൂ, അല്ല 1000 വോട്ടില്ലല്ലോ. ഓനൊരു വോട്ടുള്ളല്ലോ, അതാണ് നോക്കണ്ടേ. അല്ലാതെ ഓന് പിന്നെ 3.4 ലക്ഷം ജനങ്ങളുണ്ട്. ഈ ഒരു പാർട്ടി സംവിധാനത്തിൽ നിന്ന് അൻവർ മാറി സ്വന്തമായിട്ട് രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് നിങ്ങളൊക്കെ പിന്തുണക്കും, പൂർണ്ണമായി പിന്തുണക്കും. ആ പിന്തുണയാണ് ഈ കാണുന്ന മുഴുവൻ. ഇത് മാത്രമല്ല, ലക്ഷക്കണക്കിന് ആളുകൾ വരാൻ നിൽക്കുന്ന ഞങ്ങൾക്ക് കരുണാകരം അന്ന് പിന്നെ പാർട്ടി ഉണ്ടാക്കാത്തതിന്റെ ആ ഫാൾട്ട് അൻവറിന് വരാൻ പാടില്ല. ശരിക്കും ഇന്ന് പാർട്ടി ഇവിടെ രൂപീകരിക്കണം. പാർട്ടി സോറി തീർച്ചയായും അതാണ് അഭിലാഷ് നമുക്ക് ഇവിടെ എത്തിയ ആളുകളോട് പങ്കുവെക്കാനുള്ളത്. തീർച്ചയായും ആളുകൾ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു. എന്താണെങ്കിലും അൻവർ അനുമോദ്, അതായത് അൻവർ എന്തു പറയുന്നു എന്ന് കേൾക്കാൻ വേണ്ടി തന്നെയാണ് അവിടെ ആയിരങ്ങൾ തടിച്ചുകൂടിയിട്ടുള്ളത്. തീർച്ചയായും അൻവർ എന്തു പറയുന്നുവെന്ന് ഇവർ മാത്രമല്ല, ഈ കാഴ്ചക്കാർ മാത്രമല്ല, രാഷ്ട്രീയ കേന്ദ്രങ്ങളെല്ലാം ഉറ്റുനോക്കുന്നുണ്ട്. പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പ്രഖ്യാപിക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് അനുമോദിലേക്ക് തന്നെ തിരികെ എത്താം, ഇടവേളയ്ക്ക് ശേഷം.